ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളിന് ശേഷം പുറത്തേക്കൊന്ന് പോകാൻ പോവുകയാണ്. കാരണം നമുക്ക് UAE നാഷണൽ ഡേ അനുബന്ധിച്ച് 3 days ഒക്കെ ലീവ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളൊന്ന് പുറത്തു പോകാമെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എവറായിട്ട് ഞാൻ ഇന്ന് ഡെസേർട്ട് സഫാരി എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ഇതുവരെ ഡെസേർട്ട് സഫാരി ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ടൈമാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എന്താ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് ഉച്ചയാണ് സമയം. നമ്മൾ പിക്ക് ചെയ്യാൻ വരും വണ്ടി ഒരു 2:30 ആകുമ്പോൾ. എന്നിട്ട് നമ്മൾ പോവും. അവിടെ ചെന്നിട്ട് എന്താ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ആക്ച്വലി എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്ന കുറേ അവരുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വായിച്ചു നോക്കിയില്ല, അതാണ് സത്യം. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. നമ്മൾ പിക്ക് ആൻഡ് ഡ്രോപ്പിലേക്കായിരിക്കും നമ്മൾ ഡെസേർട്ടിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2, 3, 4, 5, 6 ഫാമിലീസും കൂടിയുണ്ട് നമ്മളെ കൂടെ. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് ഡെസേർട്ടിലേക്ക് പോകും. പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ ഡെസേർട്ട് സഫാരിയും ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ലാൻഡ് ക്രൂയിസർ വഴി നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ലൈക്ക് നമ്മുടെ ബെല്ലി ഡാൻസ് അതൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവും. സോ പോകുന്ന വഴിക്കായിരിക്കും നമ്മളെ കിഡിലൻ ഡെസേർട്ട് സഫാരി നടക്കാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ടേക്ക് അവർ വെഹിക്കിൾ. ഗൈസ് ഒടുക്കത്തെ പൊടിയാണ് ഇടാ, ഭയങ്കര പൊടിയാണ്. ഇന്ന് നമ്മൾ ഡെസേർട്ട് സഫാരി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. വലിയ ഡാൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ തകർക്കാൻ പോകുന്നത്. നമ്മൾ ആക്ച്വലി 6 ഫാമിലീസ് ഉണ്ടായിരുന്നു ടോട്ടൽ. അപ്പോൾ നമുക്ക് 2 സെറ്റായിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഒരു വണ്ടിയിൽ നമുക്ക് 6 പേർക്ക് മാത്രമാണ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. സോ 1 സെറ്റ് ഓഫ് ഫാമിലി ഇപ്പം പോകാൻ റെഡി ആയിട്ടുള്ളത്. ഓക്കെ, അവർ നമ്മളെ ടാറ്റ ഒക്കെ പറഞ്ഞു വിടുകയാണ് ഗൈസ്. ഇനി അടുത്ത നമ്മുടെ 3 സെറ്റ് ഓഫ് ഫാമിലി നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഗൈസ്, ഈ ഡെസേർട്ട് സഫാരി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ നടുവിൻ്റെ കൈരൂപ്പാടിളക്കുന്ന ഒരു പരിപാടിയാണെന്ന് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ ഫസ്റ്റ് വണ്ടി കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ നമ്മുടെ സീറ്റ് ബെൽറ്റ് ഫാസ്റ്റൻ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ദൈവമേ, നമ്മുടെ ചെറുകുടലും വൻകുടലും മൊത്തം ഇളകി മറിയുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ഈ പരിപാടി കഴിഞ്ഞ് വന്നേ പിന്നെ മേലും കയ്യിലും ചെറുതായിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിഷാട്ടം പറയുണ്ടായിരുന്നു കുറച്ചും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മൊത്തം ഛർദ്ദിച്ചു പോയേനേന്ന്. കാരണം അത്രയ്ക്ക് നമ്മൾ ഈ വാട്ടർ തീം പാർക്കിലൊക്കെ റൈഡ് പോയാലുണ്ടാവുന്ന അതേ സെയിം ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഏതായാലും ഇറ്റ് വാസ് റിയലി ഹൊറിബിൾ ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അപ്പോൾ ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്തത് ക്യാമൽ റൈഡ് വെച്ചിട്ടായിരുന്നു.
നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ക്യാമൽ റൈഡ് ഒക്കെ നമ്മുടെ നാട്ടിൽ ബേക്കൽ കോട്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമൽ റൈഡ് ഉണ്ടാവും. അതുപോലത്തെ ഒരു ക്യാമൽ റൈഡ് അല്ല ഇത് ഗൈസ്. കാരണം ഈ ഒട്ടകം എന്ന് പറയുന്നത് എണീക്കുമ്പം തന്നെ ഭയങ്കര ഇങ്ങനെ മുട്ടുകുത്തി എണീക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിങ്ങനെ കുനിഞ്ഞു പോകുന്നൊരു ഫീലാണ് നമുക്ക് തോന്നുക. സോ കുറച്ച് പേടിപ്പെടുത്തുന്ന പോലെ തന്നെയായിരുന്നു ഈ ഒട്ടകത്തിന്റെ പോക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു അടിപൊളി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈക്ക് അവരുടെ ഒരു ട്രഡീഷണൽ രീതിയിൽ നമുക്ക് അവിടെ നിന്ന് തലയ്ക്ക് ഇങ്ങനെ കെട്ടിത്തരുന്നതായിരിക്കും. അവിടെ കുറേ ആൾക്കാരുണ്ടാവും ഇതുപോലെ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ കൊടുക്കാനായിട്ടുണ്ടാവും. അപ്പം അവിടെ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇതേപോലെ ലൈക്ക് നമ്മളെ ഒരു അറബിക് ട്രഡീഷൻ എന്നുള്ള രീതിയിലേക്ക് തന്നെ നമ്മളെ മാറ്റിത്തരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും അവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ചടങ്ങാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ കാണുമ്പം മനസ്സിലാകത്തില്ലേ ഗൈസ്? പിന്നെ ഇത് നമ്മുടെ ഷേർഖാൻ ഫാമിലിയാണ്. ഇവിടെ നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ റൈഡും കൂടി ഉണ്ട്. ലൈക്ക് 100 ദിർഹംസ് ആണെന്ന് തോന്നുന്നു ഒരു 15 മിനിറ്റ്സിന് നമ്മൾ കൊടുക്കേണ്ടത്. എങ്ങനെയുണ്ട്? വന്നിരിക്കുന്നത് ഗൈസ്, ഹുമയൂൺ ഖാൻ ഫാമിലി പുതിയ പരിപാടികൾക്ക് വേണ്ടിയുള്ള പ്ലാനിങ് സ്ലോ മോഷനിൽ നടന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ പരന്നു കിടക്കുന്ന മണലാരണ്യത്തിനിടയിലൂടെ ഞങ്ങൾ 6 ഫാമിലികൾ തുള്ളിച്ചാടി ഓടിച്ചാടി നടക്കുകയായിരുന്നു. അപ്പോഴിതാ ഫോട്ടോഗ്രാഫർ ഹുമയൂൺ ചേട്ടൻ വന്നിട്ട് നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ സൺസെറ്റ് വന്നിരിക്കുകയാണ്. ഭയങ്കര ഒരു അടിപൊളി ഫീലാണ് ലൈക്ക് ഡെസേർട്ടിൽ കാണുന്ന സൺസെറ്റിന്. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയണ്ടേ, ഒരു ഫാമിലീസ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു അടിപൊളി പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നട്ടോട്ടാണ് കാണുന്നത്. തൊട്ടടുത്തിരിക്കുന്ന ഒരു ചേട്ടനെ ഞങ്ങൾ വിളിച്ചു. ഒരു ഇംഗ്ലീഷ്കാരൻ ചേട്ടനായിരുന്നു. പുള്ളിക്കാരന് ക്യാമറ കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഒരു കുഞ്ഞു വലിയ ദുബായ് ഫാമിലി ഇതൊരു ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുകയാണ്. എന്താണെന്ന് അറിയില്ല ഗൈസ്, മരുഭൂമി ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടുള്ള ഒരു ആക്രാന്തം കൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ അവിടെ അങ്ങ് മൊത്തം ഓടിച്ചാടി പറന്ന് കളിച്ച് നടക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഇങ്ങനെ എന്താ പറയണ്ട വിജൃംഭിച്ച് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംമാതിരി ഓടിക്കളിക്കാനൊരു സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. അച്ഛൻ്റെ ചുവട്ടിലും കയറി ഇങ്ങനെ പോവുകയാണ് സഞ്ചാരത്തിന് ബാക്കി. അങ്ങനെ ഗൈസ്, വൈകുന്നേരം ഒരു 6 മണി ആയിരിക്കുകയാണ്. ഞങ്ങളുടെ ഡെസേർട്ടിനകത്തുള്ള ഞങ്ങളെ ഓട്ടം ചാട്ടം ഫോട്ടോ എടുപ്പ് പരിപാടി സ്ലോ മോഷൻ പരിപാടി അങ്ങനെ എല്ലാ അർമാദന പരിപാടികളും കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഉള്ളിലാണ് ഹോൾ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൈക്ക് സ്റ്റേജ്, ഞങ്ങൾക്ക് ഇരിക്കേണ്ട സ്പേസ്, ഒത്തിരി ആൾക്കാരുണ്ട്. ആക്ച്വലി ഇതെന്ന് പറയുന്നത് അവിടെ കുഞ്ഞു കുഞ്ഞ് സാൻഡ് ആർട്സ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും. ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഞങ്ങൾക്കിന്ന് ബൊഫേ ആയിട്ടാണ് ഫുഡ് ഉണ്ടാകുന്നത്. സോ അതാണ് ഈ സൈഡിലൊക്കെ കാണുന്നത്. പിന്നെ നമ്മൾ 6 ഫാമിലീസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ടേബിളൊക്കെ അടുപ്പിച്ച് വെച്ച് അങ്ങനെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്നതാണ് സ്റ്റേജ്. അവിടെയാണ് ഇന്ന് ഇവൻറ്റ്സ് ഉണ്ടാവാൻ പോകുന്നത്. സോ പോയപ്പോൾ തന്നെ ചേട്ടൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ റോളും പിന്നെ എന്തോ ഒരു ഉണ്ടാന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിനെ ലൈക്ക് മട്ടൻ്റെ ഏതോ ഒരു ഐറ്റം ആയിരുന്നു. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഫാനായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഓരോരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഞങ്ങളുടെ ഹസ്ബൻഡ്സ് പോയിട്ട് ഉണ്ട കൊണ്ടുവരുമായിരുന്നു. ലൈക്ക് ഇതിൻ്റെ ഉള്ളിൽ മട്ടൻ്റെ ഫില്ലിംഗ് ആയിരുന്നു. സോ നേരെ അങ്ങനെ ഇരുട്ടി തുടങ്ങി, മെല്ലെ മെല്ലെ ഇരുട്ടാവാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം ഒബ്വിയസ്ലി ഡെസേർട്ടിൽ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും. സോ ഞാൻ എല്ലാ സെറ്റപ്പായിട്ടാണ് ഇവിടത്തേക്ക് വന്നത്. സ്വെറ്റർ ഉണ്ടായിരുന്നു, ഗ്ലൗസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. സോ ഫുഡ് സ്റ്റാർട്ടായിട്ടില്ല. സ്റ്റിൽ നമ്മൾ ചെറിയ ചെറിയ സ്നാക്സ് അതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ മൊത്തം ഫാമിലി ഇതാ ഇവിടെ സെറ്റായിട്ട് ഇരിപ്പാണ്. അതേപോലെ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന ചേട്ടൻ അവിടെ വന്ന് നിൽപ്പുണ്ട്.
ഇതിനെ ശരിക്കും എന്താ പറയാൻ എനിക്കറിയത്തില്ല. ലൈക്ക് ഈ പ്രോഗ്രാമിന് ഇത് സൂഫി പോലെ ഇങ്ങനെ വട്ടം കറങ്ങുന്ന ഒരു പരിപാടിയാണ്. അതിനിടയ്ക്ക് ഞങ്ങളുടെ ഹസ്ബൻഡ്സ് പോയിട്ട് എന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കാനുള്ളതെന്ന് പോയിട്ട് ഇങ്ങനെ തപ്പി നോക്കുമായിരുന്നു. ഇഷ്ടംമാതിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. ലൈക്ക് എന്താ പറയണ്ടേ, നൂഡിൽസ്, പാസ്ത, പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, പിന്നെ ഹമ്മൂസ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ ഇലകൾ, പച്ചക്കറികൾ, അങ്ങനത്തെ ഐറ്റംസാണ് ഇവർ കൂടുതലും. കാരണം ഇത് കുറേ അറബിക് ഫോം ഓഫ് ഡിഷസ് ആണ്. കാരണം ഒട്ടും സ്പൈസി അല്ലാത്ത ഡിഷസാണ്. അപ്പോൾ ആ കാണുന്നതാണ് ഇതൊക്കെ. ഇത് സ്റ്റാർട്ടായിട്ടില്ല ആക്ച്വലി. അപ്പോൾ അതിന് മുന്നേ ഒരു ഇവൻ്റ് ഉണ്ട്. ആ ഇവൻ്റ് കഴിഞ്ഞിട്ടേ സ്റ്റാർട്ടാവുള്ളൂ. പിന്നെ ഇതിനകത്തും അതേപോലെ തന്നെ സാൻഡ് ആർട്സിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ ബോട്ടിലിനകത്ത് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞ് വാങ്ങാൻ പറ്റും. പിന്നെ തൊട്ടപ്പുറത്തൊരു ഹെന്നയുടെ പ്ലേസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ചേട്ടൻ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇത് കാണാൻ അടിപൊളിയായിരുന്നു അവിടുന്ന് കേട്ടോ. കാരണം പുള്ളിക്കാരനെ സമ്മതിക്കണം. പുള്ളിക്കാരൻ ഇത്ര എങ്ങനെയാണ് തല കറക്കാതെ വട്ട കറക്കുന്നത് ഞാനൊരു നിമിഷം ചിന്തിച്ചു പോയി. ബിക്കോസ് ഓഫ് പ്രാക്ടീസ് ആയിരിക്കും നമുക്കറിയാം ഒബ്വിയസ്ലി. പക്ഷേ അടിപൊളിയായിട്ടുള്ളൊരു ആർട്ട് ഫോമാണിത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇവൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ദേ ഹാവ് സ്റ്റാർട്ടഡ് സെർവിങ് ഫുഡ്. അപ്പം നമ്മുടെ പോയി ക്യൂ നിൽക്കുക, ഫുഡ് ഐറ്റംസ് ഓരോന്നായിട്ട് വാങ്ങുക. സോ ഇതിൻ്റെ ഒരു സാധനത്തിൻ്റെ പേര് എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ പരിപ്പ് കറി മാത്രമേ അറിയാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ ഫുൾ ഓഫ് കുറേ വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ പൊട്ടാറ്റോ ഉണ്ട്. ലൈക്ക് ഒന്നിനും ഒരു മസാല പോലും ഇല്ല ഗൈസ്. ഉപ്പില്ല, പുളിയില്ല, എരിവില്ല, ഒന്നുമില്ല. അറബിക് ഡിഷസ് പൊതുവേ അങ്ങനെയാണല്ലോ. സോ എന്താ പറയണ്ടേ, അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ബാർബിക്യൂവും പിന്നെ ഷീക്ക് കബാബ് മട്ടൻ്റെ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് കഴിച്ചാൽ അത് രണ്ടുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ പരിപ്പ് കറിയും ചോറും അത് രണ്ടും കൊള്ളാമായിരുന്നു. ദോശ ആവണ്ടേ? ആ വീഡിയോയും കൂടി എടുക്കണ്ടേ? ഫുൾ അറബിക് ഡിഷസ് ആണ്, എല്ലാം കൂടെ മിക്സ് ആക്കിയിരിക്കുക. അതിനകത്ത് എനിക്ക് കബാബ് ഇഷ്ടപ്പെട്ടു. കബാബല്ല, സോറി, ബാബിക്ക് ഇഷ്ടപ്പെട്ടു.
സോ ഗൈസ് നമ്മുടെ ഇവൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ബെല്ലി ഡാൻസ് കഴിഞ്ഞു, അതേപോലെ തന്നെ ഫയർ ഡാൻസ് കഴിഞ്ഞ് നമ്മൾ തിരികെ പോവുകയാണ്. സമയം 9 മണിയായിട്ടുണ്ട് രാത്രി. സോ നമ്മൾ വന്ന പോലെ വീണ്ടും നമ്മൾ നമ്മുടെ ലാൻഡ് ക്രൂയിസറിൽ കയറി നമ്മുടെ ബസ് ഇരിക്കുന്ന ലൊക്കേഷനിലോട്ടൊക്കെ തിരിച്ചു പോവാണ്. വീണ്ടും അതേ അനുഭവങ്ങളാണ് ഉണ്ടായി തിരിച്ചു പോകാൻ. പക്ഷേ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. രാത്രി ആയതുകൊണ്ടാണെന്ന് അറിയില്ല, അവർ കുറച്ച് പയ്യനെയാണ് ഓടിച്ചത്. നമ്മൾ അങ്ങനെ എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ അശ്വതി.